മുട്ടയും കൂടിയിട്ട് കൊത്തി പൊരിച്ചിട്ട് എടുക്കുന്നതെങ്കിൽ നോക്കാം. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ആയിരുന്നാലും അധികം പണിയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാം. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ ആയിരുന്നാലും നിങ്ങൾ കുറച്ച് നേരത്തെ കൂട്ടിയിട്ടാണ് കട്ട് ചെയ്ത് വെക്കേണ്ട. നമുക്കറിയാലോ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങയുടെ കളർ മാറിപ്പോവും. പിന്നെ വേണ്ടത് മുട്ടയാണ്. മുട്ട ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയൊരു സവോള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഒരു 6 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഈ വെളുത്തുള്ളിയും പച്ചമുളകും അതും ഞാനിവിടെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില വേണം. പിന്നെ 1 ടീസ്പൂൺ കടുക് വേണം. പിന്നെ അതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ. മുളകിൻ്റെ പൊടി ചേർക്കണില്ല. ഞങ്ങൾ എരിവിനനുസരിച്ചിട്ട് അതിലേക്ക് നിങ്ങൾ പച്ചമുളക് ചേർക്കണം. അപ്പോൾ ഈ വഴുതനങ്ങ നമ്മൾ ഇതേപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കുമ്പോൾ ആ വഴുതനങ്ങ അങ്ങോട്ട് കുഴഞ്ഞു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വഴുതനങ്ങയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ വെള്ളം കളയുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് റെഡിയായിട്ട് വന്നു കഴിയുമ്പോൾ ഈ വഴുതനങ്ങയ്ക്ക് ആകെ അങ്ങോട്ട് കുഴഞ്ഞ പോലെയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന വഴുതനങ്ങ ചേർക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മ. അപ്പോൾ ഈ വഴുതനങ്ങയുടെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് പുറത്തേക്ക് വരും. ആ വെള്ളം നമുക്ക് പിഴിഞ്ഞ് മാറ്റാം. അപ്പോൾ ഉപ്പിട്ടിട്ടാണ് തിരുമ്മുമ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് പുറത്തേക്ക് വരും. ഇതിങ്ങനെ വെള്ളം കളയാണ്ട് നമുക്ക് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം. പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ ഇതങ്ങനെ കുഴഞ്ഞു പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. വഴുതനങ്ങ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഇത്രയ്ക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കണില്ല. ഈ വെള്ളം ഞാൻ കളയാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പിഴിഞ്ഞെടുത്തേക്കണം വഴുതനങ്ങ. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിലിൽ ഉണ്ടാക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. അത് കടുക് ചേർക്കുന്നതിന് കറക്റ്റായിട്ട് ഒരു അളവില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കടുക് ചേർത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടണം. കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കും. ഇതിലേക്ക് ഇഞ്ചി ചേർക്കണില്ല. പിന്നെ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറിവേപ്പിലയും കൂടിയിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് സവോളയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കാം. ഇത് കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഈ സവോളയിൽ നിന്ന് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളർ ആവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. സവോള വഴന്ന് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ സാധാരണ കറികളൊക്കെ മിക്കപ്പോഴും ഉണ്ടാക്കുമ്പോൾ കറിയിൽ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കും. നമ്മൾ മഞ്ഞൾപ്പൊടി ഫസ്റ്റ് ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ട് മൊരിയിച്ചിട്ട് ചേർക്കുമ്പോൾ മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർത്താലും ആ മഞ്ഞളിൻ്റെ ആ പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ മഞ്ഞളൊക്കെ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. നമ്മൾ കടയിൽ നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമ്മൾ ഫ്രഷായിട്ട് മഞ്ഞൾ പൊടിച്ചിട്ട് എടുക്കില്ലേ. നമ്മുടെ നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്നൊക്കെ ഉണക്ക മഞ്ഞൾ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ആ മഞ്ഞൾ നമുക്ക് സാധാരണ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ സാധാരണ എല്ലാവരും നാട്ടിലൊക്കെ മില്ലിൽ കൊടുത്തിട്ടാണ് ഈ മഞ്ഞൾ പൊടിപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ പൊടിച്ച് കൊണ്ടുവന്നതാണ് ഈ മഞ്ഞൾ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
മുട്ട ചേർക്കാം. ഞാൻ അതിലേക്ക് 5 മുട്ടയാണ് ചേർക്കണത്. ഞാനിവിടെ തീ ചെറുതായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ മുട്ട ഫസ്റ്റ് നമുക്കൊന്ന് നമ്മൾ കൊത്തി പൊടിച്ചിട്ട് എടുക്കില്ലേ, അതേപോലെ കൊത്തി പൊടിച്ചിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങ ചേർക്കാം. ഈ മുട്ടയും കൂടിയും ചേർക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ഓയിൽ ഇതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾ മുട്ട ചേർത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ കുറവ് പോലെ തോന്നാണ്, മുട്ടയ്ക്കും പാൻ്റെ സൈഡിലേക്ക് നന്നായിട്ട് പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുട്ട നമ്മൾ ഇതേപോലെ ഇങ്ങനെ കൊത്തി പൊരിച്ച പോലെ എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഡ്രൈ ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കണ വഴുതനങ്ങ ഉണ്ടല്ലോ, ആ വഴുതനങ്ങ ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് കുറവ് പോലെ തോന്നണുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇതെല്ലാവരും കൂടിയിട്ട് ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പെട്ടെന്ന് വെന്ത് കിട്ടും. ഈ വഴുതനങ്ങ നമുക്ക് വേവാൻ വേണ്ടിയിട്ട് അധികം സമയം എടുക്കില്ല. ഒരു 5 മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് റെഡി ആയി കിട്ടും. അപ്പോൾ ഇത് മൂടി വയ്ക്കുക. തീ ഒരുപാട് കൂട്ടി വയ്ക്കണ്ട. പിന്നെ നിങ്ങൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അത് മൂടി വയ്ക്കുക. പിന്നെ അത് വഴുതനങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. വഴുതനങ്ങ കുറേ നേരം ഇട്ടിട്ട് വേവിക്കേണ്ടത്. അത് പെട്ടെന്ന് നമുക്ക് വഴുതനങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ വഴുതനങ്ങ പെട്ടെന്നാണ് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ചോറിൽ നറുനെയ്യൊരു തുള്ളി ഒഴിച്ച് നന്നായി വെന്ത പരിപ്പും കൂട്ടി ഓണസദ്യ വിളമ്പ്, ഓണസദ്യ വിളമ്പ്. പൈമ്പാലിൽ പഞ്ചാര ചേർത്തു കുറുക്കിയ പഞ്ചാമൃതം പോലെ പാൽപായസം. വെള്ളോട്ടുരുളിയിൽ പാലഴി പോലിന്നു പൊന്തി തിളയ്ക്കുന്നു പാൽപായസം. വെള്ളോട്ടുരുളിയിൽ പാലഴി പോലിന്നു പൊന്തി തിളയ്ക്കുന്നു പാൽപായസം. തൊടുകറി ചെറുകറി തൊട്ടു നുണഞ്ഞു വഴുതനങ്ങയും മുട്ടയും കൂടിയിട്ട് ചിക്കി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അവിടെ സ്ട്രോബെറി ഉണ്ടായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അണ്ണാമാർ വന്നിട്ട് കഴിക്കുന്നതാണ് കാണുന്നത്. ഇവിടുത്തെ അണ്ണാന് നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും കുറച്ചും കൂടി വലുതായിരിക്കും കേട്ടോ.